നമസ്കാരം. ഞാൻ ഡോക്ടർ അമൃത മനോഹരൻ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലമ്മയുടെ തിരുനടയിലെ പൊങ്കാല മാർച്ച് 13-ാം തീയതിയാണ്. അപ്പോൾ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ആരോഗ്യ കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാനുള്ളത്. ആദ്യത്തെ കാര്യം തന്നെ തലേദിവസം രാത്രി നല്ലതുപോലെ ഉറങ്ങുക എന്നുള്ളതാണ്. മിക്കവാറുമുള്ള ചേച്ചിമാരും അമ്മമാരും ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റുമോ, എല്ലാമൊക്കെ എടുത്തു വച്ചോ എന്നുള്ളൊരു ടെൻഷനിൽ മിക്കവാറും പേര് ഉറക്കം കുറയുന്നതായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്രവണത മാറ്റുക. തലേദിവസം രാത്രി നല്ലതുപോലെ ഉറങ്ങുക. എന്നാൽ മാത്രമേ പിറ്റേന്ന് നല്ലൊരു ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും നിങ്ങൾക്ക് പൊങ്കാല സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ദിവസേന കഴിക്കുന്ന മെഡിസിൻസ്, അതായത് BP-യുടെയും ഷുഗറിൻ്റെയും തൈറോയിഡിൻ്റെയൊക്കെ സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ, അത് കഴിച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. ഒരു കാരണവശാലും ഈ മെഡിസിൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടുള്ളത് അല്ല. പിന്നെ കയ്യിൽ ധാരാളം ശുദ്ധജലം കരുതേണ്ടതാണ്. അതായത് ചൂടാറി തണുത്ത വെള്ളം വേണം കരുതാനായിട്ടുള്ളത്. നല്ല ചൂട് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ചൂട് കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ കഴിവതും കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. സിൽക്ക്, നൈലോൺ തുടങ്ങിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. പിന്നെ ഷോളും തോറത്തുമൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. അതിലൊന്നും തീ പിടിക്കാത്ത രീതിയിൽ വേണം നിൽക്കാൻ. വയസ്സായ അമ്മമാരും ഗർഭിണികളും കുട്ടികളും അധിക നേരം ചൂടിൽ നിൽക്കാതെ തണലുള്ള സ്ഥലത്തോട് ചേർന്ന് നിൽക്കേണ്ടതാണ്. ആദ്യമേ തന്നെ അരികിലുള്ള മെഡിക്കൽ ക്യാമ്പൊക്കെ നോക്കി വയ്ക്കുക. എന്തെങ്കിലും രീതിയിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നിങ്ങൾക്ക് തോന്നിയാൽ ഉടനെ അടുത്തുള്ള മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെടേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു പൊങ്കാല ആശംസിക്കുന്നു.